നിന്നെയും എന്നെയും സകല ഇന്ത്യക്കാരെയും മുഞ്ചിക്കുന്ന ഒരു ന്യൂസ് പറഞ്ഞുതരാം. ആ ന്യൂസ് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ന്യൂസ് കാണുന്നതിന് മുമ്പ് ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൽ കാര്യമൊന്നും ഇല്ലയെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തു. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെറുതെ അതും പറയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ ന്യൂസ്. എങ്ങനെയാണ് നിന്നെയും എൻ്റെയും സകല ഇന്ത്യക്കാരെയും മുഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാണങ്ങൾ എന്നുള്ളത് കണ്ടു നോക്ക്. മദ്യനയ അഴിമതി കേസുകളിൽ അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തൻ. പ്രത്യേക PMLA കോടതിയാണ് 2 കേസിലും കുറ്റവിമുക്തനാക്കിയത്. EDയുടെ സമൻസ് അനുസരിച്ച് ഹാജരാകാതിരുന്ന കേസാണ്. എടാ മണ്ടന്മാരെ, നിങ്ങളെ എന്നെ സകല ഇന്ത്യയിലെ മനുഷ്യന്മാരെയും ഈ BJP ഗവൺമെന്റ് പച്ചക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ലെവൽ വെച്ചിട്ടാണെങ്കിലും, ഈഡിനെ വെച്ചിട്ടും NIനെ വെച്ചിട്ടാണെങ്കിലും കോടതികളെ വെച്ചിട്ടാണെങ്കിലും പച്ചക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2024 പുള്ളിനെ അറസ്റ്റ് ചെയ്തു. പുള്ളിനെ അറസ്റ്റ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം അവിടുത്തെ മദ്യനയത്തിൻ്റെ കേസും കള്ളപ്പണം വെളുപ്പിക്കലും. ഈ 2 കേസുകളായിരുന്നു. ഈ 2 കേസുകളിൽ ED പലതവണ അരവിന്ദ് കെജ്രിവാളിന് സെമൻസ് അയച്ചിട്ടും പുള്ളി ഹാജരായില്ല, അല്ലെങ്കിൽ പുള്ളി EDക്ക് മുമ്പിൽ ഹാജരായില്ല എന്നും പറഞ്ഞ കേസിലായിരുന്നു ആദ്യത്തെ അറസ്റ്റ്. ആ കേസ് തള്ളിപ്പോയി. ED പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. ED പറഞ്ഞത് പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള നിലനിൽപ്പും ഇല്ല എന്നും പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ആ കേസ് വരെ തള്ളിപ്പോയി. എന്തായിരുന്നു BJP ഇവിടെ കാട്ടിക്കൂട്ടിയ പുകിൽ? എന്തായിരുന്നു RSSും സംഘപരിവാർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള പുകിൽ? ആ ഒരു ഇലക്ഷന് മുമ്പായിട്ട് അവർ കാണിച്ചിട്ടുള്ള സകല തറവേലകളും എന്തായി? അവിടെ BJP അല്ലെങ്കിൽ പറഞ്ഞ ആം ആദ്മി ഗവൺമെന്റ് അവിടെ നിന്ന് മാറി BJP അവിടെ ഭരണത്തിൽ വന്ന് ഇപ്പം അവിടുത്തെ അവസ്ഥ എന്താ? ഈ ഒരു കേസ് കാണിച്ചിട്ട് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ BJP കാൻഡിഡേറ്റ്സ് അവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയിരുന്നത്. ഇപ്പം എന്തായി? ആ കേസ് തള്ളിപ്പോയി. കോർട്ടിൽ ആ കേസ് തള്ളിപ്പോയി. പച്ചക്ക് നിന്നെയും എന്നെയും ഈ സകല നാട്ടിലെ ആളുകളെയും EDനെ വെച്ചിട്ടും NIനെ വെച്ചിട്ടും കോടതിനെ വെച്ചിട്ടും പച്ചക്ക് പറ്റിച്ചുകൊണ്ടിരുന്ന സകല കള്ള വടുവകളാണ് ഈ BJP ഗവൺമെന്റിലുള്ള സകല എണ്ണം. കേസിന്റെ ആസ്പദമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം, ഒന്ന് കേട്ട് നോക്ക്. എങ്ങനെയാണ് ഞാനും നീയൊക്കെ മരപ്പൊട്ടന്മാരായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കപ്പം മനസ്സിലാവും. ഡൽഹി മദ്യ നയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് ED നൽകിയ സമൻസുകളെ അവഗണിച്ചു എന്ന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതി വെറുതെ വിട്ടു. 2026 ജനുവരി 22 ഇന്നലെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഈ വിധിയുടെ പ്രധാന വശങ്ങൾ താഴെ പറയുന്നവയാണ്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ. അഡീഷണൽ ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് പരദ് ദലാലാണ് ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ED ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ നിയമപരമായിട്ടുള്ള നിലനിൽപ്പില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ED, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പലവട്ടം, ഈ കേന്ദ്ര സർക്കാർ BJP സർക്കാർ EDനെ സ്വന്തം പോക്കറ്റിലിട്ട് കുഞ്ചിരാമം കളിപ്പിക്കുകയാണെന്നുള്ളത്. ED ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 100 കേസുകളിൽ 99 കേസുകളും പൊട്ടിപ്പോയിട്ടേ ഉള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് EDനെ വെറും മരപ്പാവകളായിട്ടുള്ള, അതിൽ വെറും കൊരങ്ങന്മാർ ചാടി കളിക്കുന്ന പോലെ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് ആക്കി തീർത്തിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാതെ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് അശാസ്ത്രീയപരമായിട്ട് സമൻസ് രീതി, അതായത് ED സമൻസുകൾ അയച്ചത് ഇമെയിൽ വഴിയായിരുന്നു. എന്നാൽ നിലവിലെ നിയമം അനുസരിച്ചിട്ട് PMLA അല്ലെങ്കിൽ CRPC ഇമെയിൽ വഴി സമൻസ് അയക്കുന്നത് ഔദ്യോഗികപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. തെളിവുകളുടെ അഭാവം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും തെളിവുകളുടെ അഭാവം, ഇലക്ട്രോണിക് രേഖകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നൽകേണ്ട സെഷൻ 65B എവിഡൻസ് ആക്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ EDക്ക് കഴിഞ്ഞിട്ട് പോലുമില്ല. അതായത് ഈ സംഭവം ഒന്നും ഹാജരാക്കാൻ EDനെ കൊണ്ട് പറ്റിയിട്ടില്ല. സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ EDനെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ എന്തിന് ED അറസ്റ്റ് ചെയ്തു? കാരണം അവിടെ നിയമസഭ ഇലക്ഷൻ വരികയാണ്. BJPക്ക് അവിടെ ജയിച്ചു പോകണം. അതിന് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിനെയും മോശമായിട്ട് ചിത്രീകരിക്കണം. കെജ്രിവാളിനെ ജയിലിലിടണം, എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കെജ്രിവാളിനെ ജയിലിട്ടെങ്കിൽ മാത്രമേ EDക്ക് എടുത്തുകൊണ്ടെങ്കിൽ മാത്രമേ അവിടെ BJPക്ക് ജയിച്ചു കയറാൻ പറ്റുമായിരുന്നുള്ളൂ. അത് അവർ ചെയ്തു. നല്ല പച്ച തീട്ടങ്ങളായിട്ടുള്ള പരിപാടികൾ അവർ കാണിച്ചു കൂട്ടി അവിടെ. അതായത് തെളിവുകൾ, അതായത് കോടതിയുടെ നിരീക്ഷണം, തെളിവുകൾ മനഃപൂർവ്വമായിട്ട് കെജ്രിവാൾ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അവിടെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി കൃത്യനിർവഹണവും മൗലിക അവകാശങ്ങളും ആണ് കോടതി
പരിഗണിച്ചു. അതായത് അയാളുടെ മൗലിക അവകാശങ്ങളും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണവുമാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് കോടതിയുടെ നിരീക്ഷണമാണ് ഈ ഒരു കേസിന്റെ കാര്യത്തിൽ. മദ്യനയ കേസുമായിട്ടുള്ള 2023 നവംബർ മുതൽ 2024 മാർച്ച് വരെ 8ഓളം തവണ EG കെജ്രിവാളിന് സമൻസ് അയച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവ അവലംബിച്ച് കാണിച്ചിട്ടുള്ള ED കോടതിയാണ്, ഇത് കാണിച്ചിട്ടാണ് ED കോടതിയിലോട്ട് സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെ തുടർന്ന് IPC സെക്ഷൻ 144 പ്രകാരം കെജ്രിവാളിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതാണ് ED എടുത്തിട്ടുള്ള കേസ്. എന്നാൽ ഇതിന്റെ കംപ്ലീറ്റ് ഒരു A to Z കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 മാർച്ച് 21 ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ആ ന്യൂസിലെ, ഡൽഹിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ന്യൂസ്. അത് കഴിഞ്ഞ് 2024 ജൂലൈ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കെജ്രിവാളിന് അനുവദിക്കേണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2026 ഇപ്പോൾ ജനുവരി 22 അടുത്ത കേസ് സമൻസ് ലംഘിച്ചു എന്നുള്ള കേസിലും കൂടെ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. ഇനി നിങ്ങൾ പറ, എന്താണ് ED കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് കേന്ദ്ര ഗവൺമെന്റ് മോഡി ഡബിൾ എഞ്ചിൻ താടി സർക്കാർ ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കണ്ട് പ്രൈസ്തലോട്ട് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ പ്രൈസ്ത മോദി പറഞ്ഞ് നടക്കുന്ന സകല സംഘപരിവാണങ്ങളും നമ്മുടെ നാടിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഈ കാണിക്കുന്ന സകല തിട്ടക്കളികളും ഈ എന്താ പറയുക, ഈ നമ്മുടെ മീഡിയ, പ്രത്യേകിച്ച് മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഗോദി മീഡിയയും കാണിച്ച് അത് നിങ്ങളുടെ മുമ്പിലോട്ട് തള്ളിത്തരുന്ന കേസുകളല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് വെറും ഫേക്കാണ്. ഒരു പത്മവ്യൂഹത്തിലാണ് നമ്മൾ. ഈ ഒരു പത്മവ്യൂഹം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. വേൾഡിൽ എന്ത് നടക്കുന്നു, രാജ്യത്ത് എന്ത് നടക്കുന്നു, രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കേസുകൾ നടത്തുന്നത്, ഈ പറഞ്ഞ ഏജൻസീസ് എന്നുള്ളത് അറിയില്ല. രാഹുൽ ഗാന്ധി പലവട്ടം തിരിച്ചും മറച്ചും നിങ്ങളോടും എന്നോടും പലരോടും പറയുന്നുണ്ട്. എത്ര പേര് അത് കേൾക്കുന്നുണ്ട്. പപ്പു എന്നും വിളിച്ച് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിനെ തള്ളി മാറ്റി നിർത്തുക എന്നല്ലാണ്ട് ഈ താടി കാണിക്കുന്ന സകല പന്ന പരിപാടികളുമാണ് ഓരോന്നായിട്ട് പുറത്തോട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വിധിക്ക് പിന്നാലെ കെജ്രിവാൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, സത്യമേവ ജയതേ. ഇത് മാത്രമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അതായത് പുള്ളി പറഞ്ഞിട്ടുള്ളത്, കെജ്രിവാൾ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു കാര്യം കുറിച്ചിട്ടുള്ളത്. ഇതേ ദിവസം തന്നെയാണ് സമാനമായ കേസിൽ മറ്റേ AAPയുടെ MLA മാനത്തുൽ ഖാനെയും കോടതി വെറുതെ വിട്ടു. അയാൾക്കെതിരെ പിന്നുണ്ടായിരുന്ന ഒരു കേസ്, അയാളെയും വെറുതെ വിട്ടു. ഇനി നിങ്ങൾ പറഞ്ഞ സമൻസ് ലംഘിച്ച കേസിൽ ഇപ്പോൾ ആ ഒരു ആശ്വാസ വിധി ഈ പറഞ്ഞ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വന്നിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഈ മദ്യനയവുമായിട്ടുള്ള ഈ കേസ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കേസും ഇതുപോലെ തന്നെ നമ്മൾ ആരും അറിയാണ്ട് ആ കേസിൽ നിന്നും ഈ പറഞ്ഞ ആളുകളെ കുറ്റവിമുക്തരാക്കപ്പെടും. കുറ്റം ചെയ്യാത്ത ആളുകളെ അതിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിലെ സകല ഇൻസ്റ്റിറ്റ്യൂഷനെയും വിലക്ക് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ ഇത്തരത്തിൽ പിടിച്ചു വെച്ചിട്ടാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, സകല സംഖ്യകളെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ചാണം തന്നിട്ടുള്ള ബുദ്ധി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, തലച്ചോറിന് പകരം ചാണം അറ്റ്ലീസ്റ്റ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്ന സാധനമല്ലേ, അപ്പോൾ കുറച്ചെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ തലച്ചോറ് അതിനെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളെയും എന്നെയും സകല ഇന്ത്യക്കാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തേർഡ് റേറ്റ് പാർട്ടി. ഈ തേർഡ് റേറ്റ് ചെറ്റകൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഏത് കാലത്തെന്ന് മനസ്സിലാക്കുക. കേസ് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രതിപക്ഷം പാർട്ടിയിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കെതിരെ കേസ് വരുന്ന സമയത്ത് ഇതെന്തോ വലിയ സംഭവമാണ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വോട്ട് ചെയ്ത്, കുറെ കള്ള വോട്ട് ചെയ്ത്, കുറെ ഇല്ലാത്ത വോട്ടുകൾ ചെയ്ത്, സകല പച്ച കള്ളത്തരവും കാണിച്ചിട്ട് അവരങ്ങ് ജയിക്കും. ജയിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സകല കേസുകളും തെറ്റാണ് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് തെളിഞ്ഞു വരും. ആ ഒരു വാർത്ത ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങളിലും ഒരു PR ഏജൻസികളിലും വരില്ല. നമ്മൾ ആരും അറിയ പോലും ഇല്ല. ഒരു കാലത്ത് മുട്ടുകുത്തി, ഇപ്പോൾ 91 ഇന്ത്യയുടെ പണപ്പെരുപ്പത്തിൻ്റെ കാര്യം, ഇന്ത്യ ഡോളറിനോട് ഇന്ത്യൻ റുപ്പി 91.21 കൂടി വന്ന് ശ്രീലങ്കനേക്കാളും ബംഗ്ലാദേശിനേക്കാളും മറ്റ് സകല സ്ഥലത്തിനേക്കാളും അద్దം പതിച്ച് ഇടുന്ന തീട്ടം നക്കി തിന്നുന്ന ഒരു സമയം വരുന്ന സമയത്ത് നിനക്കും എനിക്കും ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോഴേക്കും ഈ പറഞ്ഞ ഇന്ത്യയിലെ മുതലാളിമാരും ഈ സംഘപരിവാണങ്ങളും അവർക്ക് എത്തേണ്ടോടത്ത് അവരെത്തിയിരിക്കും. അതുറപ്പാ. മുഞ്ചും